യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, പൊതുമണ്ഡലത്തിൽ കറുത്ത മുഖാവരണം ധരിച്ച് നടക്കുന്നവരോട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അങ്ങനെയൊന്നും നടക്കരുത്, നിങ്ങൾ ഇതൊക്കെ തുറന്നു വയ്ക്കൂ, നിങ്ങളെ മറ്റുള്ളവർ കണ്ട്, നിങ്ങളെ മറ്റുള്ളവരെ കണ്ടാൽ പോരെ, നിങ്ങളെയും മറ്റുള്ളവർ ഒന്ന് പൂർണ്ണമായിട്ട് കാണട്ടെ എന്നൊക്കെ പറയാനുള്ള ആ തൻ്റെ ഇടം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുമോ? ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. മുഖ്യമന്ത്രി അങ്ങനല്ല പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ എന്തോ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. അല്ല, അത് ഇതുമായിട്ട് എന്തോ ബന്ധം? അല്ല, അതും ഇതുമൊക്കെ ബന്ധമുണ്ട്. നമ്പേര് ചോദിച്ച ചോദ്യം നമ്മൾ ചർച്ച ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, അതായത് സുകുമാരൻ നായർ ചോദിച്ച പോലെ മറ്റ് മതക്കാരുടെ കാര്യത്തിൽ പിണറായി വിജയൻ അഭിപ്രായം പറയോ? ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറി വെടിവെക്കാൻ മാത്രമാണല്ലോ താല്പര്യം. ഇല്ല, ഇത് മതപരമായ അഭിപ്രായം അല്ലല്ലോ. മതപരമായിട്ടുള്ള അഭിപ്രായം ആണല്ലോ സർ. അല്ല, അതൊരിക്കലും ഗുരുവിനെയല്ലേ നടത്തിയത്. താങ്കൾ പറയോ സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അഡ്വക്കേറ്റ് ബലദേവ് പറയോ? അല്ല, എന്താ ഈ സനാതന ധർമ്മം, അതിന്റെ അർത്ഥം എനിക്ക് നമ്പ്യാരെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വരാം. സനാതനധർമ്മം അതൊക്കെ ചർച്ച ചെയ്യാണ് നമ്മൾ. ആ സനാതനധർമ്മം എന്താണ്? സനാതനധർമ്മം അതൊരു പ്രകൃതി നിയമമാണ്. ദാറ്റ് ഈസ് എറ്റേണൽ, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒറ്റ വാക്കിൽ എവിടെ പറയുന്നു? അല്ലാതെ അതൊരു RSS ഡോക്ട്രീൻ അല്ല. ഗുരുമൂർത്തിക്ക് അത് കൃത്യമായി പറഞ്ഞു. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എവിടെ പറയും? അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദികാവ്യം എന്ന് പറയുന്ന വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനോടും സഹോദരനായ ലക്ഷ്മണനോടും പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിന്റെ മൂല്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ. ജീവിത മൂല്യങ്ങളെ പറ്റി ഇതൊക്കെ വൈദികമായ മൂല്യങ്ങളാണ്. ഈ വൈദിക ധർമ്മങ്ങൾ ഒരുവൻ അനുഷ്ഠിക്കേണ്ടതാണ്. സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ജീവിയോടും കാണിക്കേണ്ടുന്ന മൂല്യമുണ്ട്. രാജധർമ്മം ഇതാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു, ഏഷ ധർമ്മ സനാതന, ഇതിനെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങൾ ആദ്യകാവ്യത്തിൽ സുസ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഇതാണ് സനാത് എന്നതിന്റെ അർത്ഥം തന്നെ നശിപ്പിക്കാൻ പറ്റാത്തത്, ഇറ്റേണൽ എന്നർത്ഥം. ആ ധർമ്മം എന്ന് പറഞ്ഞാലോ, അത് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ, ഗീതാഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ധർമ്മം? ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യശ ധർമ്മ. ജഗത്തിന്റെ മുഴുവൻ, ഇന്ത്യയുടെ എന്നോ ജപ്പാന്റെ എന്നല്ല, ജഗത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് കാരണമായതും ജീവനുള്ള പ്രാണി എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിന്റെയും അഭ്യുദയം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഭൗതികമായ ഐശ്വര്യം, നിശ്രേയസം, മോക്ഷം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യം സമ്പാദിക്കുന്നതിനും മോക്ഷം സമ്പാദിക്കുന്നതിനും 2 വെവ്വേറെ മൂല്യത്തിന്റെ 2 ലിസ്റ്റുകളുണ്ട് വേദോക്തമായത്. ആ 2 തരത്തിലുള്ള, അതായത് പ്രേയസിനും ശ്രേയസിനും ഉതകുന്ന 2 തരം മൂല്യങ്ങളുടെയും ആകത്തുകയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇനി പറഞ്ഞോളൂ. സനാതനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശാശ്വതം എന്നാണ്. അതെ. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. റൈറ്റ് ടു തിങ്ക് എന്നൊരർത്ഥമുണ്ട്, ധരിക്കുന്ന എന്നൊരർത്ഥമുണ്ട്, റിലീജിയൻ എന്നൊരർത്ഥമുണ്ട്, മതം എന്നൊരർത്ഥമുണ്ട്. ഇത് പലർക്കും പല രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്യും. നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്ന വാക്കുകൾക്ക് എല്ലാത്തിനും പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യും. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ധർമ്മത്തിന്റെ ഉപയോഗം മാത്രമാണ് സനാതന. ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ പ്രത്യേകിച്ച് ഒരു ധർമ്മമാണ്. ഹിന്ദു ധർമ്മമാണോ സനാതന ധർമ്മം എന്ന് പറയുന്നത്? അതോ നായരുടെ ധർമ്മമാണോ? അതോ ഈഴവരുടെ ധർമ്മമാണോ? അങ്ങനെയൊന്നുമല്ല. മനുഷ്യരെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് ഏകജാതി, ഏക മതം, ഏകദൈവമാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ജാതി എന്ന് പറഞ്ഞാൽ ജാതി ഇല്ല എന്നാണ്. എല്ലാ മനുഷ്യരും ഒരു ജാതിയാണെങ്കിൽ പിന്നെ ജാതിയില്ല. എല്ലാ മനുഷ്യരും ഒരു മതമാണെങ്കിൽ പിന്നീട് മതമുണ്ട്. ഈ ലോകത്തുള്ള 800 കോടി സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന മൂല്യം എന്താണ് അഡ്വക്കേറ്റ് ബലദേവ്? തുടക്കത്തിലെ പറഞ്ഞല്ലോ, സനാതന ധർമ്മം വെക്കുന്ന മൂല്യം ഇത്രയേ ഉള്ളൂ, ശാശ്വതമായ ധർമ്മത്തിലൂടെയുള്ള ഒരു ജീവിതം. അല്ല, അത് തന്നെയല്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞത്?
ഞാൻ പറയട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകജാതി ഏകമതം ഏകദൈവം എന്നാണ്. സഹോദരൻ അയ്യപ്പൻ അതിനെ എതിർത്തുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ അതിനെ എതിർത്ത ചരിത്രവും വന്നുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഇതിനെ അത് എതിർത്ത ആളാണ്. പക്ഷെ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഏകജാതി എന്ന് പറയുമ്പോഴും ജാതി ഒന്നാണെങ്കിൽ പിന്നെ ജാതി ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ ഒറ്റ ജാതിയാണെങ്കിൽ പിന്നെ ജാതി ഇല്ല. ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒറ്റ മതമാണെങ്കിൽ പിന്നെ ഇവിടെ മതവുമില്ല. അപ്പൊ വിശ്വാസം, മതം എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഹിന്ദുവായിട്ട് വിശ്വസിക്കുകയോ ക്രിസ്ത്യാനിയായിട്ട് വിശ്വസിക്കുകയോ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വന്ന ചർച്ച, രണ്ട് ചർച്ചകൾ വന്നു. ഒന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് കയറുന്നത്, വസ്ത്രം ധരിക്കാതെ കയറുന്നത്. ഇതൊക്കെ കാലോചിതമായിട്ട് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് കാലോചിതമായിട്ടുള്ള മതപരമായ പരിഷ്കാരങ്ങൾ, ആചാരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ആ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഹിന്ദുക്കളെ ധരിക്കുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവ് ഒരു സനാതന ധർമ്മത്തിന്റെ മാത്രം വക്താവായിരുന്നില്ല. ആ സനാതന ധർമ്മം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? പലപ്പോഴും ഇപ്പോഴും സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു ധർമ്മമായിട്ട് നിൽക്കുന്നു. ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളായിരുന്നു. ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളായിരുന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ മാത്രം ആളാണെന്ന് അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഇന്റർവ്യൂ അറിയാതെ പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തെല്ലാം പറഞ്ഞു. ഒരു വാചകം മാത്രം പിടിച്ചുകൊണ്ട് അതിനെ നമ്മൾ വിമർശിക്കരുത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ മതസ്ഥരെയും എല്ലാ ജാതികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് അദ്ദേഹം സനാതന ധർമ്മം എന്ന് ഇപ്പോഴത്തെ ഹിന്ദുക്കൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ചില നേതാക്കന്മാർ, അവിടെ ഒരു നേതാവ് ഒന്ന് പ്രസംഗിച്ചിട്ട് പോയി, അതിന്റെ വക്താവാകുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആ പ്രസംഗം മൊത്തം കേൾക്കണം. മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ശ്രീനാരായണ ഗുരു ഹിന്ദുവിന്റെ വക്താവായിരുന്നില്ല. ശ്രീനാരായണ ഗുരു ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ, ബ്രാഹ്മണനെന്നോ നായരെന്നോ ഈഴവരെന്നോ പറയരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതസ്ഥരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ആളായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ച പലരും ഹിന്ദുക്കളുടെ ഇങ്ങനൊരു ചർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായത് കൊണ്ടാണ് ഹിന്ദുക്കൾ മതം മാറിപ്പോകുന്നത്. കമ്മ്യൂണിസം കേരളത്തിലുണ്ടായ 1940 ശേഷമാണ്. ഈ 40 മുമ്പ് തന്നെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഭൂരിപക്ഷം മുസ്ലിമായിരുന്നു. തെക്കൊക്കെ എന്റെ ജില്ലയിലൊക്കെ വളരെ കൂടുതലായിട്ട് ക്രിസ്ത്യൻസ് ഉണ്ട്. അന്നൊന്നും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലായിരുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ ഈ മതം മാറിപ്പോയത്? ഹിന്ദുക്കളിൽ കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച പിന്നോക്ക ജാതിക്കാര് അവര് കൂട്ടത്തോടെ മതം മാറി. കാര്യം എന്താ? മതം മാറിക്കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യാനിയോ മുസ്ലിമായാലും അവർക്ക് പൊതുജനത്തോടെ നടന്നു പോകാം, അവർക്ക് അവരുടെ പള്ളിയിൽ പോകാം, അവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോകാം, അവർക്ക് വസ്ത്രം ധരിക്കാം. ആ രീതിയിലുള്ള ദുരാചാരങ്ങൾ കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു കൊച്ചു പയ്യൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കാണാം, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ദൈവത്തെ കാണാനുള്ള യാത്രയിലേക്ക് പോയത്. ആ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ കേരളം ഒരു പ്രാന്താലയമായിരുന്നു. എന്താ പറഞ്ഞത്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവിടെ അന്നുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ, ആ ജാതി വ്യവസ്ഥകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് വരികയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അത് ഇന്നത്തെ RSകാരോ BJPക്കാരോ പറയുന്നത് പോലെ കേട്ടോ, കേരളം ഒരു ഭ്രാന്താലയം അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്നത് അല്ല. അത് ഞാൻ പറയാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഭഗവത്ഗീത, വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. അത് ആദിശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആദിശങ്കരനാണ് ഗീതയ്ക്ക് ഭാഷ എഴുതിയത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞത് വ്യാസന്റെ മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. അത് പിന്നീട് എഴുതി പറയുന്നത് ഒരിക്കലുമില്ല. ഞാൻ തർക്കിക്കാം, വെല്ലുവിളിക്കാം. ആദിശങ്കരന്റെ ഞാൻ പറഞ്ഞുതരാം. ആദിശങ്കരൻ തന്നെ ഗീതയ്ക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സംഘത്തിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ എന്നൊരു പയ്യൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നു, വളരെ വേഗത്തിൽ രഥം ഓടിക്കുമായിരുന്നു. അല്ലാതെ ഞാൻ എടുത്ത് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്നു സാഹിത്യ സംഘം. വിവരക്കേട് പറയാതെ ആദിശങ്കരനെ പറ്റിയും ശ്രീകൃഷ്ണനെ പറ്റിയും ശ്രീകൃഷ്ണൻ പയ്യൻ വേഗത്തിൽ രഥം ഓടിക്കുമായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാത്ത നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു, എടുത്ത് കാണിക്കും. ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഗീത എന്ന് പറഞ്ഞോ, ശങ്കരാചാര്യ ആദ്യമായി ഭാഷ എഴുതിയാണ്.
ഗീതയ്ക്ക് ഭാഷ്യം വേണ്ടി എന്ന് വിചാരിച്ച് ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാണോ? മഹാഭാരതത്തിന്റെ ഭാഗ്യമല്ല. മഹാഭാരതത്തിൽ ഭഗവത്ഗീത എന്നൊരു പുസ്തകമില്ല. ആ ഭഗവത്ഗീത ഞാൻ പറഞ്ഞു തീരട്ടെ. ഗുരുമൂർത്തി മഹാഭാരതത്തിലെ അശ്വമേധ പർവ്വത്തിൽ ഞാൻ പറയട്ടെ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം ഞാൻ പറയട്ടെ. ഇല്ല, അങ്ങനെ ഒരു പുസ്തകം വ്യാസന്റെ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുമില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ ഒരു യുദ്ധമുഖത്ത് ഒരു യുദ്ധമുഖത്ത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകത്തില്ല. അതുതന്നെയാണ് എന്റെ കാര്യം. ഞാനത് കാണിച്ചു തരാം. ഞാൻ തെറ്റിദ്ധാരണയാണ്, ശരിയായ ധാരണ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇല്ല, അതിനകത്ത് എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ എന്റെതെല്ലാം വായിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകങ്ങളാണ് തുരുമ്പുടിക്കുന്നത്. എന്റെ പുസ്തകങ്ങളെല്ലാം നല്ലപോലെ തുരുമ്പുടിക്കുന്നൊന്നുമല്ല. ശങ്കരാചാര്യൻ മാത്രമല്ല ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ശങ്കരാചാര്യർ മാത്രമല്ല, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പോട്ടെ. ആദ്യത്തെ ആരുടെ ആയിക്കോട്ടെ, ആദ്യം എഴുതുന്നുള്ളതല്ലല്ലോ പ്രശ്നം. ആർക്കും എഴുതിക്കൂടെ? അല്ല, ശങ്കരാചാര്യര് വാൽമീകി രാമായണം എഴുതുന്നതിന് മുമ്പ് അതിനു മുമ്പ് ജനിച്ചിരുന്നതൊക്കെ എഴുതാൻ ഞാനൊന്നുകൂടെ പറയട്ടെ. വാൽമീകി രാമായണം നമ്മൾ ആദികാവ്യം എന്ന് പറയുന്നു. ഈ വ്യാസന്റെ മഹാഭാരതത്തിലെ 10 അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻ. ആ ശ്രീരാമന്റെ കാര്യമാണ് വാൽമീകി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദികാവ്യം എന്ന് പറയുമ്പോൾ അതിനെന്താ അർത്ഥം? 10 അവതാരങ്ങളെ കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ദശാവതാരങ്ങളിൽ ഒന്നാണ്, 7ാമത്തെ അവതാരമാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് 10 അവതാരങ്ങൾ മത്സ്യക്കൂർമ്മ വരാഹച്ച തുടങ്ങി 10 അവതാരം കൃഷ്ണൻ അതിനകത്ത് രാമോ രാമശരാമ ഒരവതാരമാണ്. ആ അവതാരത്തിൽ ഒന്നാണ് വാൽമീകി എഴുതിക്കുന്ന ആദികാവ്യം. അതിനെന്താ അടിസ്ഥാനം? ഇത് ആദികാവ്യം. അല്ല, ഇത് ആര് പറയുന്നു? ഇത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ. ഇതിനകത്ത് എന്താ ശാസ്ത്രീയമായ തെളിവ്? അത് ഗുരുമൂർത്തി വെച്ച് തിരിച്ചു ചോദിക്കുക. ഇതിനെന്താ ശാസ്ത്രീയമായ തെളിവുകൾ? ഇതിനകത്ത് എന്താ ശാസ്ത്രീയ തെളിവുകൾ? ഇതിനേക്കാൾ മുമ്പേ അല്ല, ഞാൻ പറയട്ടെ ഇതിനേക്കാൾ മുമ്പേ അല്ല, ഞാൻ പറയട്ടെ, ഈ ഉപനിഷത്തുകൾ തന്നെ എത്ര ഉപനിഷത്തുകൾ ദൈവത്തെ കുറിച്ച് പറയുന്നു? എത്ര ഉപനിഷത്തുകളിൽ? ഓരോ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു ശിഷ്യന് അടുത്ത് താഴെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിരവധി ഉപനിഷത്തുകളുണ്ട്. ഞാൻ പറയട്ടെ ഈശോപദേശത്തിൽ പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈശാവശം ഇതം സർവം കിഞ്ച ജഗത്യാജഗത് തേന ദക്തേന ഭുജിതം മാതൃതാ അസ്യസുന്ദരം. ഇത് ഈശാവശത്തിലെ പ്രധാനപ്പെട്ട വാക്കാ. ഈശ്വരനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതിനകത്ത് പറയുന്നത് എന്താ? ത്യാഗത്തിലൂടെ ജീവിതം നേടണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ഈശാവസ്യം ഈശ്വരന്റെ ജഗത്ത് മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നു. ഈശ്വരനാൽ ദൈവത്തെ ഈശ്വരനാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോവശം ഈ ഉപനിഷത്തുകളിൽ ഇങ്ങനെ പല കാര്യങ്ങളും, അതായത് ഉപനിഷത്തുകളെല്ലാം തന്നെ എല്ലാ ഉപനിഷത്തുകളും ദൈവികമായ കാര്യങ്ങളല്ല പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഞാൻ പറയട്ടെ ഏറ്റവും ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഉപനിഷത്താണ് ഈശോപനിഷത്ത്. ആ ഈശോപനിഷത്തിൽ ഈശ്വരനെ കുറിച്ച് ഏറ്റവും വലിയ വാചകം ഇതാണ് ഗുരുമൂർത്തി. ഇതിനേക്കാൾ വലിയ വാചകം ഒരു ഉപനിഷത്തിലുമില്ല. ഉപനിഷത്തിന്റെ വലുപ്പമല്ല ഞാൻ പറഞ്ഞത്. ഈശ്വരനെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. അല്ല, എന്റെയിലുണ്ട് ഉപനിഷത്തെല്ലാം. ഈ ഈശോ ഉപനിഷത്തിലാണ് ഏറ്റവും വ്യക്തമായിട്ട് ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതാണ് ഈശോ സർവം കിഞ്ച ജഗത്യാജഗത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അത് ഈശോ ഉപനിഷത്തിൽ പറയുന്നു. അതിനേക്കാൾ വലിയ വാചകങ്ങളൊന്നുമില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്
അല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ അല്ല ഞാൻ ഗുരുമൂർത്തി തമ്മിൽ വേറെ വിഷയത്തിലേക്ക് പോയി പോട്ടെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ പിണറായി വിജയൻ അന്ന് സംസാരിച്ചത് ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ്. അതിനെ പിന്നീട് വന്നവർ വിമർശിച്ചു. അദ്ദേഹം സനാതന ധർമ്മത്തെ എതിർത്ത് സംസാരിക്കുന്നു, ഹിന്ദുക്കളെ എതിർത്ത് സംസാരിക്കുന്നു. ഉടനെ സുകുമാരനായ അഭിപ്രായം പറഞ്ഞു. ഇന്നിപ്പോ ആ പുതിയ വിഷയം അതൊരു ചാനൽ ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്, ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല. അതും ശരിയാണ്. എന്താ അങ്ങനെ പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നു? പിണറായി വിജയൻ പറഞ്ഞു ഷർട്ട് ഇട്ട് കയറുന്നു. അല്ല പിണറായി കൂടി അതിൽ ആ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിനോട് യോജിച്ചില്ല അദ്ദേഹം. അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടുണ്ടോ? മതേതരത്വത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഭരണാധികാരി അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്പ്യാരെ നമ്മളിപ്പോ ഇടത്തിൽ 4 പേർക്ക് ഇരിക്കുന്നു. നമുക്ക് 4 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം സമൂഹം സ്വീകരിക്കണമെന്ന് ഞാൻ അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ചോദിച്ചത്. എന്റെ അഭിപ്രായം നമ്പ്യാർ കേൾക്കണമെന്നില്ല, നമ്പ്യാരുടെ അഭിപ്രായം ഹരി കേൾക്കണമെന്നില്ല. ഹരി പറയുന്ന കാഴ്ചപ്പാടായിരിക്കത്തില്ല ഗുരുമൂർത്തിയുടെ. അപ്പൊ ഇത് അല്ലെങ്കിൽ ഒരു ചർച്ചിലോ പോയി അവരെ ഇങ്ങനെ പഠിപ്പിക്കുകയോ പിണറായി വിജയൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പൊ നമുക്കറിയാലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാനൽ ഉൾപ്പെടെ 2-3 ചാനൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ. എന്താ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്താ പറഞ്ഞ് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്ന് ജയിക്കുന്ന മത തീവ്രവാദികളുടെ വോട്ട്, അവിടെ ഭൂരിപക്ഷം വോട്ട് മുസ്ലിങ്ങളുടെയാണ്. 7 മണ്ഡലങ്ങൾ 4 മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്ത് മുസ്ലിം ജനവിഭാഗത്തിൽ ശക്തമായ എതിർപ്പുണ്ടായി. അതിന്റെ അർത്ഥം എന്താ? വയനാട് ഭാഗത്ത് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ അതിനേക്കാൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ല, ധൈര്യപ്പെടത്തില്ല, കോൺഗ്രസ്സുകാരും പറയത്തില്ല, BJP-ക്കാർ പോലും പറയത്തില്ല. അത്രയും ധൈര്യമായിട്ട് പറഞ്ഞു 4 മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് മത തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് അത് ജയിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അത് നമ്മളത് മൊത്തത്തിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് അതിനെ എടുത്തുകൊണ്ട് അങ്ങനെ നവോത്ഥാന നായകനായ പിണറായി വിജയൻ ഈ മുസ്ലിം സ്ത്രീകളെ പർദ്ദ ഉപേക്ഷിക്കണമെന്ന് പറയൂ, അതിനുള്ള നട്ടല് ഇല്ല. അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അല്ല എന്താ പറയാത്തത്? ബാധിക്കുന്നവരല്ലേ, എന്താ പറയാത്തത് സാർ? അല്ല പിണറായി വിജയൻ പറഞ്ഞു ഹിന്ദുക്കൾ അമ്പലത്തിൽ പോരെന്ന് പറഞ്ഞു. എവിടെങ്കിലും പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ പോകാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആചാരങ്ങൾക്കെതിരൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഈ ചില നിലവിലുള്ള ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ മേൽ എങ്ങനെയൊക്കെ കത്തിവെക്കാൻ പറ്റുമോ അതിൽ റിസർച്ച് ബലദേവ്. നമ്മളിതൊക്കെ കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നോക്കി, ഇതെല്ലാം ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറയാം, ഞാനൊരു വാചകം പറഞ്ഞാൽ ആ വാചകത്തെ കേൾക്കുന്നവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ആ വാചകത്തെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അതിലത്തെ ഓരോ വാക്കുകൾ എങ്ങനെ വിവരിക്കണം, അതിന് എങ്ങനെയൊക്കെ പറയണം എന്ന് വ്യക്തമായിട്ട് വ്യാഖ്യാന ശാസ്ത്രം പ്രത്യേകം നമുക്കതനുസരിച്ച് വ്യാഖ്യാനിക്കും. പിണറായി വിജയൻ പറഞ്ഞ അർത്ഥത്തിലല്ല നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ സുകുമാരൻ നായരുടെ വെല്ലുവിളി അതേ ഏറ്റെടുക്കുവോ? അല്ല, അത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. സുകുമാരൻ നായർ പറഞ്ഞ എന്താ? സുകുമാരൻ നായർ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമിയെ ബന്ധപ്പെട്ട് പറഞ്ഞു ചില ക്ഷേത്രങ്ങളിൽ. സച്ചിദാനന്ദ സ്വാമി മാത്രമല്ല, മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അല്ല പറഞ്ഞു ഷർട്ട് ധരിച്ചുകൊണ്ട്. അതുകൊണ്ട് മതക്കാരുടെ കാര്യത്തിൽ ഇതുപോലെ അഭിപ്രായം പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധൈര്യം കാണിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കണ്ണൂർ ലക്ഷക്കണക്കിന് കാള വരുന്ന ശബരിമല കഴിഞ്ഞാൽ വലിയ ഒരു ക്ഷേത്രം ഇത്. അവിടെ ഒരു 10-15 വർഷം മുമ്പ് വരെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പറ്റും. അവിടെ ഒരു ദിവസം കൊടിമരം എങ്ങാണ്ട് ചരിയൊന്നും ചെയ്തപ്പോൾ അവിടെ ദേവസ്വം പ്രസിഡന്റ് കാട്ടി പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് പാടാം, പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നോണ്ടാണ് ഈ കൊടിമരം ചരി ചെയ്തത്. അത് ഹൈക്കോടതി കേസ് കിടക്കും. അത് ബന്ധപ്പെട്ട് അന്ന് നിർമ്മാണത്തിൽ അപാകതയാണെന്നും പറഞ്ഞ് ക്ഷേത്ര ഉപദേശത്തിന്റെ രംഗം തന്നെ കേസ് കൊടുത്തു. അയാൾക്ക് അനുകൂലമായിട്ട് കേസ് വിധി വന്നിരിക്കുകയാണ്. ആ നിർമ്മാണത്തിൽ അപാകതയായിരുന്നു. പക്ഷേ ദേവസ്വം പ്രശ്നത്തിൽ വന്ന എന്താ, പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്താ അടിസ്ഥാനം? അപ്പൊ ആ ഒരു അമ്പലത്തിലെ ആചാരങ്ങള് ഒരു മിനിറ്റ്